പ്രിയ വിദ്യാർത്ഥികളെ, +1 കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള 10ാമത്തെ ചാപ്റ്ററാണ് എടുക്കുന്നത്. ഇത് മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വ്യക്തമായ രീതിയിൽ കേൾക്കുക. കഴിഞ്ഞ 9 ചാപ്റ്ററിൻ്റെയും വീഡിയോസ് വളരെ ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി പഠിക്കാവുന്നതാണ്. അതിനുശേഷം ഇത് കാണുക. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇത് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. നമുക്ക് പോർഷനിലേക്ക് പോകാം. ഫങ്ഷൻസ്. ഇതിനകത്ത് നമുക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാനുള്ളത് മോഡുലാർ പ്രോഗ്രാമിംഗ് ആൻഡ് മെറിറ്റ്സ്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്, അതായത് സ്ട്രിങ്, മാത്തമാറ്റിക്കൽ, ക്യാരക്ടർ ഫങ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ, അതിൻ്റെ സിൻറ്റാക്സ്, കൺസെപ്റ്റ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് ആൻഡ് റിട്ടേൺ വാല്യൂ. പ്രോഗ്രാമിംഗ് ഒന്നും വേണ്ട. ഇത്രയാണ് നമുക്ക് ഇതിനകത്തിൽ ഫോക്കസ് ഏരിയ പഠിക്കാനുള്ളത്. നമുക്ക് പോർഷനിലേക്ക് അങ്ങ് പോകാം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചാപ്റ്റർ 10 ഫങ്ഷൻസ്. അപ്പോൾ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്, എന്താണെന്ന് നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം. മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് സബ്ഡിവൈഡിങ് എ പ്രോഗ്രാം ടു സെപ്പറേറ്റ് സബ് പ്രോഗ്രാം ഓർ മോഡ്യൂൾ ഈസ് നോൺ ആസ് മോഡുലറൈസേഷൻ. ഇപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ഏതെങ്കിലും നമ്മൾ സ്കൂൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ വേണ്ടി. അപ്പം ഇതിനെ ക്ലാസ് വൈസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോന്നും ഓരോ മോഡ്യൂളാക്കി മാറ്റി അതിനെല്ലാം കൂടെ കണക്ട് ചെയ്യുന്നൊരു സംവിധാനമാണെങ്കിൽ അതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. So the process of subdividing a program into separate subprogram or modules is known as modularization. ഇതിന് ചില അഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് സൈസ്, ശരിയല്ലേ? പ്രോഗ്രാമിൻ്റെ സൈസ് വളരെ കുറയ്ക്കാൻ സാധിക്കുന്നു. ദെൻ റെഡ്യൂസസ് ചാൻസ് ഓഫ് എറേഴ്സ്, നമുക്ക് എറേഴ്സൊക്കെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. ഈ 4 അഡ്വാൻറ്റേജ് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഈ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ പ്രോഗ്രാം സൈസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞില്ല എക്സാമ്പിൾ പറഞ്ഞില്ല, നമ്മുടെ സ്കൂൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ സ്കൂളിനെ പറ്റിയുള്ളൊരു കോമൺ കാര്യങ്ങൾ നമ്മൾ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. എന്നിട്ട് ഓരോടത്തോടത്ത് നമ്മൾ ആക്സസ് ചെയ്യാം. അപ്പം സൈസ് കുറയ്ക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം ഭംഗിയായിട്ട് ചെയ്താൽ പിന്നീട് വരുന്നതിനകത്തൊന്നും തെറ്റ് കാണത്തില്ല. അതാണ് റെഡ്യൂസസ് ചാൻസ് ഓഫ് എറേഴ്സ്. റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, വലിയ ഒറ്റ പ്രോഗ്രാമായിട്ട് കിടക്കുമ്പോൾ പ്രോഗ്രാം എഴുതുമ്പോഴും അത് കറക്റ്റ് ചെയ്യുമ്പോഴും ഒത്തിരി കോംപ്ലക്സ് ആണ്. എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ കാണുമ്പോൾ ഓരോ ചെറിയ ചെറിയ മൊഡ്യൂളാക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് കോംപ്ലക്സിറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി, കാരണം വീണ്ടും വീണ്ടും നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. എ ഫങ്ഷൻ വൺസ് റിട്ടൺ ക്യാൻ ബി റീയൂസ്ഡ് ലേറ്റർ വിച്ച് സേവ്സ് ടൈം ആൻഡ് എനർജി. ഇത്രയും അഡ്വാൻറ്റേജ് പറഞ്ഞെങ്കിൽ ചില ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ബ്രേക്കിംഗ് ഓഫ് ദ പ്രോബ്ലം ഈസ് ഡിഫിക്കൽട്ട്. വലിയൊരു ടാസ്ക് ആണെങ്കിൽ, ഒരു ജോലിയാണ്, പ്രോഗ്രാമിംഗ് ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്യാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ഡിപ്പെൻഡൻസി ഷുഡ് ബി അവോയ്ഡഡ്. ഒന്നിനെ ആശ്രയിക്കുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതും നമുക്കിത് ഇച്ചിരി പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതാണ് പറയുന്നത്. ഇതാണ് മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ കൺസെപ്റ്റ്. ഇനി നമ്മൾ അടുത്ത പ്രധാനപ്പെട്ട ഫങ്ഷനിലേക്കാണ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫങ്ഷൻസ് നമ്മൾ സാധാരണ മലയാളത്തിൽ ഫങ്ഷൻസ് പറഞ്ഞാൽ എന്താണ്? ഒരു പരിപാടി എന്നുള്ളതാണ് ഫങ്ഷൻ എന്ന് പറയില്ലേ. ഇവിടെ എ ഫങ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ടുഗദർ ടു പെർഫോം എ ടാസ്ക്. C++ലെ അല്ലെങ്കിൽ ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെയും ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു കോമൺ പേര് അപ്പോൾ അതൊരു ഫങ്ഷനായി മാറി. എ ഫങ്ഷൻ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ടുഗദർ പെർഫോം എ ടാസ്ക്. നമുക്കറിയാം എല്ലാ C++ പ്രോഗ്രാമും ആരംഭിക്കുന്നത് മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനിലാണ്. C++ലെ ഒരു വാക്ക് കണ്ടാൽ അത് ഫങ്ഷനാണ് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വലത്ത് സൈഡിൽ 2 സാധാരണ ബ്രാക്കറ്റ് കാണും. മെയിൻ ഫങ്ഷൻ അല്ല, എല്ലാ പ്രോഗ്രാമും ആരംഭിക്കുന്നത് മെയിൻ ഫങ്ഷനിലാണ്. അതിൻ്റെ സിൻറ്റാക്സ് ഉണ്ട്. റിട്ടേൺ ടൈപ്പ്
ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, ബോഡി ഓഫ് ദ ഫംഗ്ഷൻ. ഇതാണ് സിൻടാക്സ്. ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വോയിഡ് ഷോ സി ഔട്ട് ഹലോ ഐ ആം ഇൻസൈഡ് ദ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ക്ലോസ്. ഇവിടെ നോക്കിയേ, റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടുത്തെ വോയിഡാണ്, ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ഷോയാണ്, ബ്രാക്കറ്റിൽ പാരാമീറ്റർ ലിസ്റ്റാണ്, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇവിടെ ബോഡി ഓഫ് ദ ഫംഗ്ഷനിനകത്താണ് ഇവിടെ നമ്മളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നു, ഹലോ ഐ ആം ഇൻസൈഡ് ദ ഫംഗ്ഷൻ, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഭാഗങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്നത് താഴെ. ഫംഗ്ഷൻ ഹെഡർ, റിട്ടേൺ ടൈപ്പ്, ഫംഗ്ഷൻ നെയിം, പാരാമീറ്റർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫംഗ്ഷൻ ഹെഡറാണ്. ദെൻ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഡിക്ലറേഷൻ ഓഫ് ദ ഫംഗ്ഷൻ ദാറ്റ് സ്പെസിഫൈസ് ഫംഗ്ഷൻ നെയിം, റിട്ടേൺ ടൈപ്പ്, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പം എല്ലാം ഉൾപ്പെട്ടതാണ്, നമ്പറും ടൈപ്പും ഡേറ്റ ടൈപ്പും ഒക്കെ ഉൾപ്പെട്ട ഒരു പാരാമീറ്ററാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഡിക്ലറേഷൻ ഓഫ് ഫംഗ്ഷൻ ദാറ്റ് സ്പെസിഫൈസ് ഫംഗ്ഷൻ നെയിം, റിട്ടേൺ ടൈപ്പ്, നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്. ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ദ വേരിയബിൾസ് ഇൻ ദ പരന്തസിസ് ഓഫ് എ ഫംഗ്ഷൻ. അതായത് നമ്മൾ ഈ ഇൻറ്റ് സം എന്ന് എഴുതി അതിൻ്റെ ബ്രാക്കറ്റിൽ ഇൻറ്റ് എ ബി എന്ന് എഴുതി. അപ്പോൾ എ ആൻഡ് ബി ആർ പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ്. ഇതാണ് നമ്മൾ വേരിയസ് ഇതെല്ലാം നമ്മൾ പറയുന്നത് പാരാമീറ്റേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ ഡെഫിനിഷൻ ആൻഡ് ഫംഗ്ഷൻ കോൾ. ഇൻവോക്കിംഗ് എ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഫംഗ്ഷൻ കോൾ. നമ്മളിനിയും ഒരു എക്സാമ്പിൾ ഇപ്പോൾ പഠിക്കും, ആ എക്സാമ്പിളിലൂടെ പറഞ്ഞാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. So defining a function is known as function definition. ഒരു ഫംഗ്ഷൻ്റെ നിർവചനം പറയുന്നതിനെയാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് എന്തൊക്കെ വരും? ഫംഗ്ഷൻ ഹെഡർ ആൻഡ് ബോഡി, ഫോർമൽ ആൻഡ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ്. ദ വേരിയബിൾസ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ ഡെഫിനിഷൻ ആർ നോൺ ആസ് ഫോർമൽ ആർഗ്യുമെൻറ്റ്സ്. Variables or constants used in function call is known as actual arguments. ഇപ്പോൾ പറഞ്ഞ 4-5 കാര്യങ്ങൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം, അന്നേരം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഹാഷ് ഇൻക്ലൂഡ്, IO സ്ട്രീം, ഇൻറ്റ് സം, ഇൻറ്റ് കോമ ഇൻറ്റ്, ആ ഒരു ലൈനാണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. അതായത് മെയിൻ ഫംഗ്ഷന് മുകളിൽ ഒരു ഫംഗ്ഷൻ്റെ നിർവചനം എഴുതുന്നില്ല, അതിൻ്റെ ഹെഡിങ് എഴുതുന്നതിനാണെന്ന് പറയുന്നത് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. അത് മെയിൻ ഫംഗ്ഷന് മുകളിലായിരിക്കും. എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ, ഇൻറ്റ് x = 5, y = 10, z. അതിന് ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും. കാരണം എക്സ് ആൻഡ് വൈ. എന്താണ് ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ? ദ വേരിയബിൾസ് ഓർ കോൺസ്റ്റൻറ്റ് യൂസ്ഡ് ഇൻ ഫംഗ്ഷൻ കോൾ. ഫംഗ്ഷൻ കോളിനകത്താണ് നമ്മൾ എന്ത് പറയുന്നത്? ഫംഗ്ഷൻ കോൾ. ഈ ഫംഗ്ഷൻ കോളിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എക്സ് വൈ എന്ന് പറയുന്ന വേരിയബിൾസാണ്. അതുകൊണ്ട് അതിന് ആക്ച്വൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ഫോർമൽ ആർഗ്യുമെൻറ്റ്, ഇതാണ് ഈ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ, ഇതാണ് നിർവചനം. ഇതിനകത്ത് എന്താണോ ഈ ഫംഗ്ഷനിൽ ചെയ്യേണ്ടത് എന്ന് പറയുന്ന നിർവചനമാണ്. ഇവിടെ എയും ബിയും കൂടെ ആഡ് ചെയ്ത് സം എന്ന് പറയുന്ന പേരിൽ മെയിൻ ഫംഗ്ഷനിലേക്ക് എക്സ് വൈ എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റോടുകൂടി വരിക. അപ്പം ഫംഗ്ഷൻ ഡെഫിനിഷനകത്ത് കാണുന്ന ആർഗ്യുമെൻറ്റ്, അതായത് ഇവിടെ ഈ താഴെ കാണുന്ന ആർഗ്യുമെൻ്റാണ് ഫോർമൽ ആർഗ്യുമെൻറ്റ്. ഇതാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ ഉപയോഗം എന്താണ്? നമ്മൾ വലിയ പ്രോഗ്രാം ആണെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ പേര് സം എന്ന് പിന്നീട് പ്രോഗ്രാമിൽ പേര് മാത്രം പിന്നീട് എവിടെ പറഞ്ഞാലും അതിൻ്റെ ഉത്തരം A+B എന്ന് പറയുന്നത് വർക്ക് ചെയ്ത് വന്നോളൂ. അതാണ് എല്ലാ ഫംഗ്ഷൻസിൻ്റെ ഉപയോഗം. അതാണ് നമുക്ക് കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ സാധിക്കും, സൈസ് കുറയ്ക്കാൻ സാധിക്കും. ഇതൊരു ചെറിയ പ്രോഗ്രാമാണ്. വലിയ പ്രോഗ്രാമാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള മെച്ചം ഉണ്ടാവും. അപ്പോൾ ഇനിയും നമുക്ക് പറയാൻ പോകുന്നത് ഈ ടൈപ്പ് ഓഫ് ഫങ്ഷൻസ് 2 രീതിയിലുണ്ട്. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്, 2 യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് വച്ചിരിക്കുന്നത് എന്താണത് ചെയ്യേണ്ടതെന്നുള്ളത്. യൂസർ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ യൂസറാണ് കൊടുക്കുന്നത് എന്ത് ചെയ്യണമെന്നുള്ളത്. ഈ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഗെറ്റ് ക്യാർ, അതൊരു പ്രീ ഡിഫൈൻഡ് ആണ്. കാരണം ഗെറ്റ് ക്യാർ എന്ന് കമ്പ്യൂട്ടറിന് കൊടുത്താൽ കമ്പ്യൂട്ടർ പറയും എന്താണത് ചെയ്യേണ്ടതെന്നുള്ളത്. യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ യൂസറാണ് പേര് കൊടുക്കുന്നതും അതിലെന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നതും യൂസറാണ്. അതിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റ് സ്ക്വയർ റിട്ടേൺ A × A, സ്ക്വയർ എന്ന് കൊടുത്തതും യൂസറാണ്, അതിനകത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചതും യൂസറാണ്.
ഓക്കെ, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? അതിനെ നമുക്ക് പഠിക്കേണ്ടത് സ്ട്രിംഗ് ഫങ്ഷൻസ്, മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, ക്യാരക്ടർ ഫങ്ഷൻസ്. അതിലെ സ്ട്രിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? സ്ട്രിംഗ് ലെൻ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ സി സ്ട്രിംഗ് ആണ്. സ്ട്രിംഗ് ലെൻ, സ്ട്രിംഗ് കോപ്പി, സ്ട്രിംഗ് ക്യാറ്റ്, സ്ട്രിംഗ് കമ്പയർ ഐ. ഓരോന്നും എന്താണെന്ന് നീ പറയാൻ പോകുന്നത്. സ്ട്രിംഗ് ലെൻ എന്ന് പറഞ്ഞാൽ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി സ്ട്രിംഗ്. ഒരു സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് തിരിച്ചറിയുന്നതാണ്. ഇതാ ഇവിടെ ഇൻ്റെ സ്ട്രിംഗ് ലെൻ സ്ട്രിംഗ് എന്നാണ് സിൻറ്റാക്സ്. ക്യാർ str ഹലോ ഡിയർ. എന്നിട്ട് സ്ട്രിംഗ് ലെൻ str പിയിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറയുന്നു. പിയിൽ എത്ര സ്റ്റോർ ചെയ്യുന്നത്? 10. കാരണം നമ്മൾ എണ്ണി നോക്കിയാൽ വൈറ്റ് സ്പേസ് ഉൾപ്പെടെ ഇതിനകത്ത് 10 ക്യാരക്ടർ ഉണ്ട് അല്ലേ. അപ്പോൾ ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിംഗ് ആണ് സ്ട്രിംഗ് ലെൻ. സ്ട്രിംഗ് കോപ്പി എന്ന് പറഞ്ഞാൽ ടു യൂസ് ടു കോപ്പി വൺ സ്ട്രിംഗ് ടു അനദർ. ഒരു സ്ട്രിങ്ങിലെ ഡേറ്റ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യുന്നതിനാണ്. ഫോർ എക്സാമ്പിൾ സ്ട്രിംഗ് കോപ്പി സ്ട്രിംഗ് 1, സ്ട്രിംഗ് 2. ഇവിടെ സ്ട്രിംഗ് 2 കോപ്പീസ് ടു സ്ട്രിംഗ് 1. സ്ട്രിംഗ് 2 എങ്ങോട്ട് കോപ്പി ചെയ്യുന്നു? സ്ട്രിംഗ് 1ലേക്ക് കോപ്പി ചെയ്യുന്നു അല്ലേ. സ്ട്രിംഗ് കോപ്പി S1, S2. സി ഔട്ട് S1 ഡിസ്പ്ലേസ് ഹലോ. ഇനി സ്ട്രിംഗ് ക്യാറ്റ്, ദിസ് ഈസ് യൂസ് ടു അപ്പൻഡ് വൺ സ്ട്രിംഗ് ഇൻ ടു അനദർ. ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങുമായിട്ട് അപ്പൻഡ് ചെയ്യുന്നു, കൂട്ടിച്ചേർത്ത് വെക്കുന്നു. അതാണ് സ്ട്രിംഗ് ക്യാറ്റ് എന്ന് പറയുന്നത്. ഇവിടെ S1 ഹലോ, S2 വിൽ ഡിയർ. എന്നിട്ട് സ്ട്രിംഗ് ക്യാറ്റ് S1, S2 എന്ന് പറയുമ്പോൾ ഹലോ ഡിയർ എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു. അടുത്ത സ്ട്രിംഗ് കമ്പയർ strcmp. ഇവിടെ ഒരു ശ്രദ്ധിക്കണം. ദിസ് ഈസ് ടു കമ്പയർ ടു സ്ട്രിംഗ്. രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യുന്നു. കമ്പാരിസൺ ആൽഫബറ്റിക് ഓർഡറിലാണ് അത് കമ്പാരിസൺ നടത്തുന്നത്. റിട്ടേൺ 0 പോസിറ്റീവ് വാല്യൂ ഓർ നെഗറ്റീവ് വാല്യൂ. 0 എപ്പോഴാണ്? രണ്ട് സ്ട്രിങ് ഒരുപോലെയാണെങ്കിൽ 0 വരും. ഒരു സ്ട്രിങ് ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിൽ, അതായത് ഒന്നാമത്തെ സ്ട്രിങ് ആൽഫബറ്റിക്കലി ഹയർ ആണെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ വരും. ഒന്നാമത്തെ സ്ട്രിങ് ആൽഫബറ്റിക്കലി ലോവർ ആണെങ്കിൽ അത് നെഗറ്റീവ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. സ്ട്രിംഗ് കമ്പയർ ഐ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ട്രിങ്ങിനെ കമ്പയർ ചെയ്യും, പക്ഷേ ഇഗ്നോറിങ് കേസസ്. ഒരെണ്ണത്തിനകത്ത് സ്മോൾ ലെറ്ററും ഒരെണ്ണത്തിനകത്ത് ക്യാപിറ്റൽ ലെറ്ററും ആണെങ്കിൽ പോലും അവിടെ കമ്പാരിസൺ നടക്കുന്നു. ഇഗ്നോറിങ് കേസസ്, ക്യാപിറ്റൽ എന്നോ സ്മോൾ ലെറ്റർ എന്നോ പരിഗണനയില്ലാതെ കമ്പാരിസൺ നടക്കുന്നതാണ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്, മാത്സുമായിട്ട് ബന്ധപ്പെട്ട സി മാത്താണ് അതിൻ്റെ ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ABS ടു ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ, സൈൻ ഇല്ലാത്ത നമ്പർ. ഇൻ്റെ n = -5. സി ഔട്ട് ABS ഡിസ്പ്ലേസ് 5, കാരണം സൈൻ ഇല്ലാത്ത വാല്യൂ. സ്ക്വയർ റൂട്ട് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഇൻ്റെ n r = സ്ക്വയർ റൂട്ട് n. സി ഔട്ട് r എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ് 10. 100ൻ്റെ സ്ക്വയർ റൂട്ട് 10 ഡിസ്പ്ലേ ചെയ്യുന്നു. പവർ ടു ഫൈൻഡ് ദ പവർ ഓഫ് ദി നമ്പർ അല്ലേ. അതുകൊണ്ട് ഇവിടെ പവ x, y എന്ന് പറയുമ്പോൾ 2⁵, 32 ആണ് എൻ്റെ ഉത്തരം. ഇനി കുറച്ച് ക്യാരക്ടർ ഫങ്ഷൻസ് ഉണ്ട്. ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ട ചില ഫങ്ഷൻസ്, അത് CC ടൈപ്പാണ് അതിൻ്റെ ഹെഡർ ഫയൽ. ഈസ് അപ്പർ, എപ്പോഴും ഈസ് ചേർത്ത് വന്നാൽ അപ്പറാണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്, ആണോ അല്ലയോ എന്നുള്ളത്. ഇതാ ഇവിടെ എഴുതിക്കുന്നത് ഇൻ്റെ ഈസ് അപ്പർ ക്യാർ സി. ഇൻ്റെ n = ഈസ് അപ്പർ എ. ആ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് അപ്പർ കേസ് ആണോ? ആണെങ്കിൽ 1 ട്രൂ വരും. ഈസ് ലോവർ തന്നിരിക്കുന്നത് ലോവർ കേസ് ആണോ? ആണെങ്കിൽ ട്രൂ, അല്ലെങ്കിൽ 0. കണ്ടോ, n = ഈസ് ലോവർ ക്യാപിറ്റൽ എ. അതിൻ്റെ ഉത്തരം 0 വന്നത് കണ്ടോ. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഈസ് ലോവർ ആണോ? അല്ല. ഈസ് ആൽഫ തന്നിരിക്കുന്നത് ആൽഫബറ്റ് ആണോ? വേണ്ട, ആൽഫബറ്റ് ആണ്. 1 വരും ഉത്തരം. ഈസ് ഡിജിറ്റ് തന്നിരിക്കുന്നത് ഡിജിറ്റ് ആണോ? ഉത്തരം 1 വരും. ഈ സാൽനം തന്നിരിക്കുന്നത് ആൽഫബറ്റോ ന്യൂമറിക്കോ ആണെങ്കിൽ ഉത്തരം 1, അല്ലെങ്കിൽ 0. ബാക്കി എന്തുവാണെങ്കിൽ 0. ഇനി അടുത്തതിൻ്റെ കൂടെ വരുന്നതാണ് ടു അപ്പർ. ടു എപ്പോഴും ചേർത്ത് വന്നാൽ അതിലേക്ക്, ഫ്രം ടു എന്നാണ് പറയുന്നത്. ഇതാ ഇവിടെ നോക്കിയേ, ക്യാർ സി ടു അപ്പർ എ. ഉത്തരം ക്യാപിറ്റൽ എന്നായിരിക്കും വരുന്നത്. ടു ലോവർ തന്നിരിക്കുന്നത് ലോവർ ആണെങ്കിലും ക്യാപിറ്റൽ ആണെങ്കിലും ഉത്തരം നമുക്ക് ക്യാപിറ്റലിലേക്ക് കിട്ടും. ഇനി യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. ഇവിടെയാണ് മുമ്പേ പറഞ്ഞത് യൂസറാണ് പേര് തീരുമാനിക്കുന്നത്, അതിലെന്തെഴുതണം എന്ന് തീരുമാനിക്കുന്നതും യൂസറാണ്. അതിനെയാണ് നമ്മൾ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദ ഫങ്ഷൻ ആർ ഡിഫൈൻഡ് ബൈ യൂസേഴ്സ്
ഇവിടെ എക്സാമ്പിൾ ഹാഷിങ്ങിലൂടെ യൂസ് സ്ട്രീം ഇൻറ്റ് ഏരിയ ഇൻറ്റ് എ കൊമ ബി സീക്കിൽത്തി എ ഇൻറ്റു ബി റിട്ടേൺ സി ഇൻറ്റു മെയിൻ. എന്നിട്ട് നമ്മൾ എഴുതിയിരിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു. ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഇവിടെ വർക്ക് ചെയ്യേണ്ടത്. ഇൻറ്റ് എൽ കോമ ബി കോമ എക്സ് ഔട്ട് എൻ്റർ ദി ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്റ്റാങ്കിൾ സീൻ എൽ ബി ഏരിയ ഈക്വൽ ടു എൽ കോമ ബി ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈസ് എക്സ് റിട്ടേൺ 0. അപ്പോൾ ഇവിടെ റിട്ടേൺ 0യുടെ ആൻസർ വരുമ്പോൾ എ ഇൻറ്റു ബി ആണ്. അപ്പോൾ എൽ ഇൻറ്റു ബി എന്നുള്ള ആൻസർ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് ഫംഗ്ഷൻ്റെ പാർട്ടൊക്കെ മുമ്പേ നമ്മൾ കണ്ടതാണ്. അപ്പം യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസും പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസുമാണ് ഇതിനകത്തിൽ പഠിച്ചത്. വളരെ ഷോർട്ടായിട്ടാണ് പറഞ്ഞത്. ഇത് നിങ്ങളതിൻ്റെ ഹെഡിങ് ഒക്കെ ഒന്ന് പഠിക്കുക, എന്താണെന്നൊന്ന് മനസ്സിലാക്കുക. ഈസി ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് മാർക്ക് മേടിക്കാം. വളരെ ഷോർട്ടായിട്ടാണ് എടുത്തത്. ഈ കഴിഞ്ഞ വീഡിയോസ് എല്ലാം കാണുക. നിങ്ങൾക്ക് ഫോക്കസ് ഏരിയ ബേസ് കൊണ്ട് ഫുൾ മാർക്ക് മേടിക്കാൻ സാധിക്കും. അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മൾ ചെയ്തത്. ഈ വിവരങ്ങൾ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ബെൽ ബട്ടൺ കാണും. ഓൾ പ്രസ് ചെയ്താൽ തുടർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.